അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 6.6 ആണ്, ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇതാണ് ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. ഡെഫിനിഷൻസ്: സൈൻ എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. കോസ് എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. ടാൻ എച്ച് എക്സ് സൈൻ എച്ച്, നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് പോലെ തന്നെ സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ് എന്ന് വെച്ചാൽ എന്തായി മാറും? അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ആരാ? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. 2 കട്ട് ചെയ്ത് പോകുന്നു. കൊസീക്ക് എച്ച് എക്സ് ഈക്വൽ ടു 1 ബൈ സൈൻ എച്ച് എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് സീക്ക് എച്ച് എക്സ് ഈക്വൽ ടു 1 ബൈ കോസ് എച്ച് എക്സ് കോട്ട് എച്ച് എക്സ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് ബൈ സൈൻ എച്ച് എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു 0. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർബോളിക് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷൻസ്. ഈ ഹൈപ്പർബോളിക് ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് ഇതിനകത്ത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സൈൻ എച്ച് എക്സ് എങ്ങനെ ഇരിക്കുക, കോസ് എച്ച് എക്സ് എങ്ങനെയൊക്കെ ഇരിക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക ഗ്രാഫുകളിൽ. നമ്മൾ ചെയ്യാൻ പോണത് ഹൈപ്പർബോളിക് ഫങ്ഷൻസിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളതും ചെറുതായി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ അത് ഈവൻ ആണോ ഓഡാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോലെ. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? മൈനസ് സൈൻ എക്സ് ആണെന്നറിയാം അല്ലേ? സൈൻ എച്ച് എക്സിൽ എന്താ സംഭവിക്കുക എന്ന് നോക്കുക. സൈൻ എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഡെഫിനിഷൻ? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആയിരുന്നു. അപ്പോൾ എക്സിൻ്റെ അവിടെ മൈനസ് എക്സ് കൊടുത്താൽ ഇ റേസ് ടു മൈനസ് എക്സ് ഇ ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ്. ദറ്റ് മീൻസ് അപ്പോൾ എന്താ വരും? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ്. സോ ഒരു മൈനസ് പുറത്തെടുത്ത് എന്തായി മാറും? മൈനസ് സൈൻ എച്ച് എക്സ് ആയി മാറും. സോ സൈൻ എക്സ് പോലെ തന്നെയാണ് ആര് കിടക്കുന്നത്? സൈൻ എച്ച് എക്സും കിടക്കുന്നത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈൻ എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എച്ച് എക്സ് ആണ് കിട്ടി. ഇനി കോസ് എച്ച് ഓഫ് മൈനസ് എക്സ് എന്താ വരിക? നമ്മൾ ആലോചിച്ച് നോക്കുക. എന്താ ഉണ്ടാവുക? നമ്മൾ ചെയ്യുമ്പോൾ കോസ് എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഓഫ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2. എന്തുതന്നെയാണ് വരാൻ പോകുന്നത്? ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു എന്തുതന്നെയാണ്? ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ ആരെന്നെ അത്? കോസ് എച്ച് എക്സ് തന്നെ. ദാറ്റ് മീൻസ് കോസ് എച്ച് ഓഫ് മൈനസ് എക്സ് എന്തുതന്നെയാണ്? കോസ് എച്ച് എക്സ് തന്നെയാണ്. ഇനി കോസ് എച്ച് സ്ക്വയർ എക്സ് നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിൽ പക്ഷേ ഇങ്ങനെയാണ്. കോസ് വ്യത്യാസമുണ്ട്. കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്താകാൻ പോണത്? 1 ആവാൻ പോണത്. സോ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. ഇങ്ങനെ ചെയ്യണത് നമ്മൾ കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. സോ എന്താ? കോസ് എച്ച് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എച്ച് എക്സിൻ്റെ ഡെഫിനിഷൻ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുക. സൈൻ എച്ച് എക്സിൻ്റെ ഡെഫിനിഷൻ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആണ്. അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കുക. എന്താ വരിക? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു 2x പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ക്യാൻസലായി പോയിട്ട് 2 ആയി മാറി. ദാറ്റ് മീൻസ് അപ്പോൾ എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് പ്ലസ് 2 പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 4 മൈനസ് ഇ റേസ് ടു 2x മൈനസ് 2x ഇ റേസ് ടു മൈനസ് 2x. അതിൽ ക്യാൻസൽ ആവുണ്ടാക്കി ക്യാൻസലായി എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ ക്യാൻസലായി പോകും? ഈ ഇ റേസ് ടു എക്സും ഇ റേസ് ടു മൈനസ് 2xും പോയി. ഇ റേസ് ടു മൈനസ് 2x ഇ റേസ് ടു മൈനസ് 2xും പോയി. 2 മൈനസ് മൈനസ് ആയി പ്ലസ് ആയി. ദറ്റ് മീൻസ് 4/4 ആയി 1 ആയി. ദറ്റ് മീൻസ് എന്ത് കിട്ടി? അപ്പോൾ നിങ്ങൾക്ക് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്തായി മാറിയിട്ടുണ്ട്? 1 ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇനി അടുത്ത് കാണിക്കുന്നത് എന്താണ്? സീക്ക് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് ടാൻ എച്ച് സ്ക്വയർ എക്സ്. എങ്ങനെ ചെയ്യാൻ പറ്റുക? നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇവിടെയുള്ള കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ഇല്ലേ? അതിനകത്ത് എന്ത് ചെയ്താൽ മതി? കോസ് എച്ച് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. കോസ് എച്ച് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ഇതെന്തായി മാറും? 1 ആയി മാറും. സൈൻ എച്ച് സ്ക്വയറിൻ്റെ ഭാഗം എന്തായി മാറും? ടാൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ ആരാ? സീക്ക് എച്ച് സ്ക്വയർ എക്സ് അല്ലേ? ദാറ്റ് മീൻസ് സീക്ക് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ ടാൻ എച്ച് സ്ക്വയർ എക്സ്. ഇനി ആരാളെ പറയാൻ പോണ ആരെയാ? സൈൻ എച്ച് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എച്ച് എക്സ് കോസ് എച്ച് വൈ പ്ലസ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് വൈ. ഓക്കെ, അതുപോലെ കോസ് എച്ച് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എച്ച് എക്സ് കോസ് എച്ച് വൈ പ്ലസ് സൈൻ എച്ച് എക്സ് സൈൻ എച്ച് വൈ. സൈൻ എച്ച് 2x ഈക്വൽ ടു 2 സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സ് കോസ് 2h ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എച്ച് സ്ക്വയർ എക്സ്
ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളത്. സോ നമുക്കത് കുറച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഞാൻ നോട്ടായിട്ടിടാം. ജസ്റ്റ് ഡെറിവേറ്റീവ്സ് ഒന്ന് നോക്കാം. എന്താ ടി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ബൈ 2 ആണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ഇ റേസ് ടു എക്സ് ആണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും കിട്ടും ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2. മൈനസ് എക്സിൻ്റെ ആണ് മൈനസ് മൈനസ് വന്നത് പ്ലസ് ആയി മാറും. ദാറ്റ് മീൻസ് അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് എന്താണ്? കോസ് എച്ച് എക്സ് ആണ്. ഇനിയിപ്പോൾ എന്താ നോക്കുക? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് എന്താ വരിക? കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരാൻ പോകുന്നത്? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ആയി മാറും ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് ആരായി മാറും? സൈൻ എച്ച് എക്സ് ആയി മാറും. അപ്പം നേരത്തെയുള്ള ഡിഫറൻസ് നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും വ്യത്യാസമുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷെ ഇവിടെ എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് കോസ് എച്ച് എക്സും ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് സൈൻ എച്ച് എക്സും തന്നെയാണ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് എക്സും ചെയ്തിട്ടുണ്ട്. ഡി ബൈ ഡി സൈൻ എച്ച് എക്സ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് ബൈ കോസ് എച്ച് എക്സ് ആണത്. ദാറ്റ് മീൻസ് കോസ് എച്ച് എക്സ് ഇൻറ്റു ഡി ബൈ ഡി കോഷൻ റൂൾ ഉപയോഗിക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് എക്സ് മൈനസ് സൈൻ എച്ച് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ്. മുകളിലപ്പോൾ കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ്. പക്ഷെ എന്താ അറിയാം? കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. ദാറ്റ് മീൻസ് 1 ബൈ കോസ് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് എച്ച് സ്ക്വയർ എക്സ്. ഓക്കെ. സോ നമുക്ക് അവസാനം എൻ്റെ പി എം എങ്ങനെയാണ്? അതായത് ആരാ ഡെറിവേറ്റീവ് എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എച്ച് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എച്ച് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എച്ച് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സീക്ക് എച്ച് സ്ക്വയർ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതുപോലെ തന്നെ കൊസീക്കിൻ്റെ സീക്കിൻ്റെ കോട്ടിൻ്റെ അതുപോലെ അവരുടെ ഇൻറ്റഗ്രൽസിൻ്റെ ഫോമുല. സോ ഈ ഫോമുലാസ് എല്ലാം പഠിച്ചേ പറ്റുള്ളൂ. തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ വന്ന ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പോലെ തന്നെ ഫോമുലാസ് പോലെ തന്നെയാണ് ഈ ഫോമുലാസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ കാണാത്ത ഫോമുലാസ് ആണ്. സോ ഈ ഫോമുലാസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അതുവരെ കറസ്പോണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.